ഹോട്ടലിലെ ഒരു ഫുഡിന്റെ ഒരു പ്രത്യേകത എന്താന്ന് പറയുമോ? എത്ര വർഷമായിട്ട് ഇവിടെ കഴിക്കുന്നുണ്ട് ഈ ഹോട്ടലിൽ? 22 വർഷമായിട്ട് ഒരു ഹോട്ടലിൽ ഊണ് കഴിക്കുമോ? അന്ന് കൊണ്ട് എത്ര രൂപയായിരുന്നു? 7 രൂപ. സാറിന്റെ പേരെന്താ? ജോർജ്. സ്ഥിരം ഇവിടെ നിന്നാണോ കഴിക്കുന്നത്? ഞാൻ അന്വേഷിച്ചപ്പോൾ ബാംഗ്ലൂരിലെ രാജേഷിൻ്റെ ഹോട്ടലാണ്. എത്ര നാളുകൊണ്ട് കഴിക്കുന്നുണ്ട്? 4 മാസം കൊണ്ട് കഴിക്കുന്നു. ജോലിയുണ്ട്. ചോറ് വയ്ക്കുന്നത് എല്ലാം വീടല്ലേ? അതിവിടെ ഹോട്ടലിൻ്റെ ഓണറിനോട് കാര്യങ്ങൾ അകത്തോട് കയറി വരുന്നു. പാക്കിങ്ങും മറ്റു കാര്യങ്ങളും എന്തുണ്ട് വിശേഷം? വേറെന്ത്? മണിയൻ ഉണ്ട്. അതുപോലെ തന്നെ പച്ചടി, അച്ചാറ്, മാങ്ങ, അവിയല്, തോരൻ എല്ലാം നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് ഇവിടെ കഴിച്ചിട്ട് പോകാം. ചമ്മന്തി ഉണ്ട്, കണ്ടോ? തേങ്ങാ ചമ്മന്തി, പപ്പടം കണ്ടോ? പപ്പടം, പച്ചക്കറിയാണ് ആദ്യം ഒഴിക്കുന്ന കറി. തക്കാളി, ഇത് മോര് കറി, ഇത് സാമ്പാർ. സാമ്പാറൊക്കെ നല്ല കട്ടിയായിട്ടിരിക്കുക സാമ്പാർ. മീൻകറി വെക്കും. നല്ല ഉടംപുളിയൊക്കെ ഇട്ട് വെച്ച അടിപൊളി മീനാണ്. എല്ലാം ഇവിടെ നിന്നുണ്ട്. ബീഫ് മറ്റു കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. ബീഫ് ഐറ്റം ഒന്നും ഇല്ല. വല്ലപ്പോഴൊക്കെ മീൻ ഫുള്ള് മീൻ മാത്രമേ ഉള്ളൂ അല്ലേ? കുത്തരിയാണ്, കുത്തരി ചോറാണ്. നല്ല അടിപൊളി കുത്തരി ചോറാണ്. ഇതെല്ലാം കൂട്ടി നമുക്കൊരു പിടി പിടിപ്പിക്കാം ഇനി. വറുത്തോണ്ടിരിക്കുക. ഇവിടെ ഗ്യാസിലൊന്നും പരിപാടി ഇല്ലല്ലേ? അടുപ്പിലാണ് ഫുള്ളും മീനൊക്കെ വറക്കുന്നത്. മീനൊക്കെ വറക്കുന്നത് ഫുള്ള് അടുപ്പിലാണ്. അതുകൊണ്ടാണ് നമുക്ക് സാറിനെ കിട്ടിയിട്ടുണ്ട്. കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലായി. ബാബുജോ ഇവിടെ നാളെ ഫുഡ് സ്ഥലം കഴിക്കുന്നത് സ്ഥിരം വീട്ടിൽ നിന്നാണ് കഴിക്കുന്നത്. ഇടയ്ക്ക് വല്ലപ്പോഴൊക്കെ നല്ല ഫുഡ് കിട്ടുന്ന സ്ഥലം ഏതാണ്? നല്ല ഫുഡാണ്. വർഷങ്ങളുടെ പാരമ്പര്യമുണ്ട്. പിന്നെ കൂടാതെ രാജേഷിൻ്റെ ഹോട്ടലിൽ നിന്ന് വളരെ വില കുറച്ച്
വലിയ തോതില്ലാതെ 80 രൂപയ്ക്ക് കൊണ്ടുകൊടുക്കുന്നു. അതിപ്പോൾ ഈ ചെറിയ കാലഘട്ടമായിട്ട് 10 രൂപ കൊണ്ടുകൊടുക്കുന്നതായി. അപ്പോൾ നമ്മൾ അഥവാ വീട്ടിൽ ചോറ് വെച്ചില്ലെങ്കിൽ നേരെ ഒരു ഊണ് മേടിച്ചാൽ അത് 2 പേർക്ക് കഴിക്കാനുണ്ട്. ഒരു പൊതി മേടിച്ചാൽ കൂട്ടുകറി എല്ലാം ഉണ്ട്. എല്ലാം നല്ല ചമ്മന്തി, നല്ല എല്ലാ കാര്യങ്ങളും നല്ല ഭംഗിയായി ചെയ്യുന്ന ഒരു ഹോട്ടൽ. നീറ്റ് ആൻഡ് ക്ലീൻ, നല്ല ഭംഗിയായി ചെയ്യും. വർഷങ്ങളായി പരിചയമുള്ള ഒരു കുടുംബം. നമ്മുടെ സ്വന്തം ആളുകളാണ്. ഒരു വട്ടം വരുന്നവർ വീണ്ടും വീണ്ടും തീർച്ചയായിട്ടും പത്തനാപുരത്തൊക്കെയുള്ള ഒരുപാട് പേര്, അതായത് പത്തനാപുരത്തുള്ള ഈ ഒരുപാട് ബിസിനസ്സുകാർ ഗവൺമെന്റ് ജോലിക്കാർ, ഒരുപാട് ബിസിനസ്സുകാർ എല്ലാവരും വരും. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇങ്ങോട്ട് വാഴയില വാട്ടി അതുപോലെ തന്നെ ചോറൊക്കെ പാഴ്സലായിട്ടാണ് ഇവിടുന്ന് കൊടുക്കുന്നത്. സാധാരണ ചിലയിടത്തൊക്കെ പ്ലാസ്റ്റിക് ഒക്കെ ഇട്ട് ഇവയാണ് കൊടുക്കുന്നത്, പ്ലാസ്റ്റിക് ഇലയിലൊക്കെ ആയിരിക്കും. പക്ഷേ ഇവിടുത്തെ പ്രത്യേകത വാഴയില വാട്ടിയാണ് ഈ ചോറ് കൊടുക്കുന്നത്. കുത്തരിയൊക്കെ അതാകുമ്പോൾ നമുക്ക് ടേസ്റ്റ് ഒരു കഴിക്കാനുള്ള ഒരു പ്രത്യേകം അതുപോലെ വാഴയിലൊക്കെ അത് പൊതിഞ്ഞാണ് കറി കൊടുക്കുന്നത് കേട്ടോ. എല്ലാം സെറ്റായിട്ടാണ് ഇവിടുന്ന് കൊടുക്കുന്നത്. നമുക്കിതിങ്ങനെ മടക്കി വെച്ച് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് എടുത്ത് കഴിക്കുമ്പോൾ ടേസ്റ്റ് പറഞ്ഞാൽ നമുക്ക് അറിയത്തില്ല. അത് കഴിച്ച് തന്നെ നമ്മൾ അറിയണം. നല്ല ടേസ്റ്റ് ആയിരിക്കും. വളരെ ഇഷ്ടംപോലെ കസ്റ്റമർ വരുന്നുണ്ട്. സമയമാവുന്നേ ഉള്ളൂ.